Hello guys. Hello guys. Welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവൽ വ്ളോഗായിരിക്കും. നമ്മൾ ഇന്ന് നിസ്വ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകാൻ പോവുകയാണ്. ഇവിടെ നിന്ന് ഒരു 140 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന്. ഫസ്റ്റ് നമ്മൾ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒന്നെങ്കിൽ ഒരു മാസം മുന്നേ പ്ലാൻ ചെയ്യും, അല്ലെങ്കിൽ തലേ ദിവസം പ്ലാൻ ചെയ്യണം. ഈ ഒരു മാസം മുന്നേ ഭയങ്കര എക്സ്പെക്റ്റേഷനായിട്ട് പ്ലാൻ ചെയ്ത ഒരു സ്ഥലത്തും നമ്മൾ ഇന്ന് വരെയായിട്ടും പോയിട്ടില്ല. അതെന്തെങ്കിലും കാരണം കൊണ്ട് മുടങ്ങിപ്പോവും. അതുകൊണ്ട് ഈ ഒരു നിസ്വ ട്രിപ്പ് എന്ന് പറയുന്നത് വെറും 3 ദിവസം കൊണ്ട് പ്ലാൻ ചെയ്തതാണ്. ഞാനും ചേട്ടനും എൻ്റെ കസിൻ ബ്രദറും ബ്രദറിൻ്റെ വൈഫും മോനും എല്ലാവരും കൂടിയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ മണി 5 ആയിട്ടുണ്ട്. 5:30ക്കാണ് ബസ് എടുക്കുന്നത്. അതുകൊണ്ട് നമ്മളൊരു 4:45 കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. റോഡിലൊന്നും ഒറ്റ കുഞ്ഞുങ്ങളില്ല. നമ്മളെയൊക്കെ നാട്ടിലാണെങ്കിൽ രാവിലെ തന്നെ അപ്പൂമ്മമാരും അമ്മമാരും ഈ ചായ കുടിക്കാൻ വേണ്ടി വെളുപ്പാൻ രാവിലെ പുറത്തിറങ്ങുന്ന പതിവൊക്കെ ഉണ്ടല്ലോ. ഇവിടെ അങ്ങനത്തെ ഒരു പതിവും ഇല്ല. നമ്മുടെ ബസ് അവിടെ സുന്ദര കുട്ടപ്പനായിട്ട് കിടക്കുന്നുണ്ട്. ബെൻസിൻ്റെ ബസ്സാണ്. അതുകൊണ്ട് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പാസ്പോർട്ട് കൊടുത്തതെന്ന് പറഞ്ഞാൽ എനിക്കിവിടെ റെസിഡൻറ്റ് കാർഡ് ഇല്ലാത്തതുകൊണ്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കൊടുത്തത്. പിന്നെ അതാണല്ലോ എൻ്റെ ഒഫീഷ്യൽ ID ഇവിടത്തെ. പിണക്കത്തിലാണ് ഗൈസ്. ഹായ് പറ. ഈ ബസ്സിൽ ആൾക്കാർ മാത്രമല്ല കയറുന്നത്, കാർഗോസ് വരുന്ന കൊറിയർ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കയറും. പിന്നെ മാത്രമല്ല ഈ വീടൊക്കെ താമസം മാറി പോകുന്നവരുടെ വാഷ് മെഷീൻ, വലിയ തുണികൾ, പിന്നെ ഈ ജോലിയൊക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ്, അങ്ങനത്തെ പല സാധനങ്ങളും ഇവർ ഇതേപോലെ ബസ്സിലൊക്കെ തന്നെയാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ഒരാൾക്ക് ടിക്കറ്റിന് 3 റിയാലാണ്. നമ്മുടെ ബസ് കറക്റ്റ് 5:30 എടുക്കും. ഇപ്പോൾ ഒരു ഏകദേശം മണി 5:15 ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ബസ്സിൻ്റെ ഉള്ളിലേക്ക് കയറി. നല്ല വൃത്തിയും വെടുപ്പും ഉള്ള നല്ല കിടിലൻ ബസ്സാണ്. ഫ്ലൈറ്റിലെ പോലത്തെ സ്ക്രീനൊക്കെ ഉണ്ട് ഇവിടെ. നോക്കൂ ഗൈസ്, സ്ക്രീനൊക്കെ ഉള്ള ബസ്. പക്ഷെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ സ്ക്രീനില്ല. ഈ ബസ്സിൽ നമ്മൾ 4 പേര് മാത്രമേ ഉള്ളൂ. ബസ്സിൽ പോണാരു എവിടെ പോണ? ബസ്സില് ആര്? ബസ്സിൽ എവിടെ പോണ? അങ്ങനെ ബസ്സൊക്കെ എടുത്തിട്ടുണ്ട്. ബസ് എടുക്കുന്ന ടൈമിൽ നമ്മൾ 5 പേര് മാത്രമേ ആ ബസ്സിൻ്റെ അകത്ത് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഭയങ്കര സ്മൂത്താണ് ബസ്. നമ്മൾ പോകുന്നത് പോലും അറിയില്ല. ഒരു കുലുക്കമോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ എല്ലാ സ്റ്റോപ്പിലും നിർത്തത്തില്ല. ഫസ്റ്റ് നിർത്തിയത് ഈ ഒരു എയർപോർട്ടിലാണ്. എയർപോർട്ടിൻ്റെ അവിടെ വെച്ച് കുറച്ച് ആൾക്കാരൊക്കെ കയറിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ബാഗ് നിറയെ കഴിക്കാനുള്ള സ്നാക്സ് ഐറ്റം ആയിരുന്നു. അങ്ങനെ എൻ്റെ ഫേവറേറ്റ് ബ്രിട്ടാനിയ. അങ്ങനെ ബിസ്ക്കറ്റൊക്കെ കഴിച്ച് നമ്മൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി സൺറൈസ് ഒക്കെ കണ്ട് ഇങ്ങനെ പോവാണ്. അതിനുശേഷം ചെറിയൊരു ഉറക്കമൊക്കെ പാസ്സാക്കി. ഇവരിവിടെ ബസ് ഓട്ടിക്കുന്നത് തന്നെ നല്ല സ്പീഡിലാണ്. പക്ഷെ നമുക്കത് ഫീൽ ചെയ്യത്തില്ല. ഒന്നാമത്തെ കാര്യം, റോഡ് നല്ല സ്മൂത്താണ്, ബസ്സും നല്ല സ്മൂത്താണ്. ഉറങ്ങുമ്പം പോലും നമ്മൾ ബസ്സിലാണ് ഇരിക്കുന്നതെന്ന് ഒരു ഫീല് പോലും തോന്നത്തില്ല. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കട്ടൻ ചായ, സ്നാക്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ചേട്ടൻ കട്ടൻ ചായ കുടിക്കുവാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. 6 വെച്ച് എന്തോ തുടങ്ങുന്ന ഒരു പ്ലേസ് ആണ്. ഇത് ഇവിടുത്തെ ഒരു മെയിൻ ബസ് സ്റ്റോപ്പാണ്. അതുകൊണ്ട് ആൾക്കാർ കയറാൻ വേണ്ടി ഇവിടെ നിർത്തിയിട്ടുന്നതാണ്. പിന്നെ ആ മസ്കറ്റിൻ്റെ ആ ഒരു ഭാഗം കഴിഞ്ഞ് അങ്ങോട്ട് ഉള്ളിലോട്ട് പോയപ്പം കണ്ട കാഴ്ചയാണ് ഇത്. ആരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പുറത്ത് നോക്കി എന്നെ വിളിച്ച് കാണിക്കുവാണ്. നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് ഇത് കാണുന്നത്. ഈ ഒരു മലകളല്ല, പാറക്കെട്ടുകളാണ്. ഇത് കണ്ടത് ഞാൻ ഫ്ലൈറ്റിലിരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ഫുൾ അങ്ങനെയാണ്. മസ്കറ്റിലോട്ട് കയറി കഴിഞ്ഞാൽ, ഒമാനിലോട്ട് കയറി കഴിഞ്ഞാൽ ഫ്ലൈറ്റിലിരുന്ന് കാണുന്നതും ഈ ഫുള്ള് പാറക്കെട്ട് പോലത്തെ സ്ഥലങ്ങളാണ്. അങ്ങനെ ഒരു 1.5 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം നമ്മളിതാ നിസ്വയിലോട്ട് എത്തിയിട്ടുണ്ട്. അധികം കടയോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് നിസ്വ മെയിൻ സെൻറ്ററിൽ ലുലു ഉണ്ട്, സിറ്റി സെൻറ്റർ മോളുണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അങ്ങനെ നമ്മൾ ബസ്സിൽ നിന്നൊക്കെ പുറത്തിറങ്ങി. ഇത് സലാലയിലോട്ട് പോകുന്ന ബസ്സാണേ. ബസ് ഫുള്ളായിരുന്നു. അങ്ങനെ നമ്മൾ 5 പേരും പുറത്തിറങ്ങി. നല്ല ക്ലൈമറ്റ്, പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര നല്ല ക്ലൈമറ്റ് ആയിരുന്നു. രാവിലെ നല്ല അത്യാവശ്യം കൂളായിട്ടുള്ള ഒരു തണുപ്പുണ്ടായിരുന്നു. നമുക്ക് വെയിലത്തിറങ്ങി നിൽക്കുമായിരുന്നു. വെയിലിനും തണുപ്പുണ്ട്, അധികം ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഗൈസ്, ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഞാനിവിടെ സ്വെറ്റ് ഷർട്ട് ഇട്ടിരിക്കുന്നുണ്ടെങ്കിലും നല്ല പോലെ തണുക്കുന്നുണ്ട്. മുഖമൊക്കെ നല്ല ഡ്രൈ ആവുന്നുണ്ട്.
പിന്നെ ഒഴിവാക്കാൻ പറ്റില്ല തോന്നുന്നു. അതുകൊണ്ട് 2 പേരെ ആറോപ്പ് ചെയ്യാനുള്ള അത് ഇച്ചിരി ലേറ്റ് ആയി. ആ ഷോപ്പിൽ നിൽക്കുമായിരുന്നു. ഓക്കെ ഓക്കെ ചേച്ചി അവർക്ക് 2 പേരും ചെയ്തിട്ട് ഞാനിങ്ങ് വന്നു. ശരി ശരി. അതുകൊണ്ട് ലേറ്റ് ആയി. ഞാൻ ആ ടൈമിലേ ഇറങ്ങി. ഓക്കെ ഞാൻ കരുതുന്നത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി ബ്രദറിൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊണ്ടുവന്നായിരുന്നല്ലോ, അപ്പോൾ അതും കൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീട്ടിലോട്ട് വന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പം കുറച്ച് വെയിലൊക്കെ വന്നു തുടങ്ങി കേട്ടോ. പക്ഷെ നമുക്ക് അധികം ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ല, കാരണം തണുപ്പുമുണ്ട് വെയിലുമുണ്ട്, അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ്. ഈ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു കാറ് റെൻറ്റിനെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇവിടെ ബസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, പബ്ലിക് ട്രാൻസ്പോർട്ട് ഒന്നുമില്ല. ഈ പറയുന്ന പോലെ ലോങ് ആയിട്ട് പോകുന്ന ബസ് മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് സലാലയിലോട്ട്, സലാലയിൽ നിന്ന് മസ്കറ്റിലോട്ട് അങ്ങനെയൊക്കെ പോകുന്ന ബസ് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് നിസ്വ ഗേറ്റ്. ടൂറിസ്റ്റിനെ വെൽക്കം ചെയ്യുന്ന രീതിയിലാണ് ഇവരിത് ക്യാരക്ടറൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മളിതാ കാറ് റെൻറ്റിനെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഷോപ്പിൽ. ആരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുമോ, ഏത് കാർ എടുക്കണം, റെഡ് വേണോ വൈറ്റ് വേണോ അങ്ങനെയൊക്കെ. അങ്ങനെ ഫൈനലി നമ്മളൊരു വൈറ്റ് കാറ് ഒരു ദിവസത്തേക്ക് വേണ്ടി റെൻറ്റിന് എടുത്തിട്ടുണ്ട്. ഏത് കാറാണോ പേരൊന്നും ഞാൻ നോക്കിയില്ല. ഇവർ ഫുള്ള് ചെക്ക് ചെയ്യുവാണ്. കാറിൻ്റെ പുറത്ത് എന്തെങ്കിലും സ്ക്രാച്ചോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ വീഡിയോ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്തെങ്കിലും തട്ടയും മുട്ടയും ചെയ്ത് അവർ നമ്മളിന് എക്സ്ട്രാ പൈസ വാങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കാറിലൊക്കെ കയറിയിട്ടുണ്ട്. ഞാൻ സൺഗ്ലാസ് വെച്ചിരിക്കുന്നത് വേറെ ഒന്നുമില്ല, വെയിലാണ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നിസ്വ സൂക്കാണ്. സൂക്കിൽ വന്നപ്പോൾ തന്നെ ഫസ്റ്റ് നല്ല കരുവാടിൻ്റെ മണമാണ് അടിച്ചത്. കാരണം വേറെ ഒന്നുമല്ല, ഇതിൻ്റെ ഫ്രണ്ടിൽ ഇവർ കരുവാട് പാക്കറ്റിലാക്കി വിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സൂക്കിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടി നടക്കുവാണ്. നല്ല തിരക്കൊണ്ട് രാവിലെ തന്നെ. ഒരുപാട് കാറുകളെല്ലാം, വലിയ കാർ പാർക്കിംഗ് സ്പേസാണ്. അവർ കാർ പാർക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് പൈസയോ കാര്യങ്ങളോ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷനായിട്ട് തോന്നിയത് ഈ ഒരു കാർ സർവീസാണ്. ഇത് ഇലക്ട്രിക് കാറാണ്. ഒരു ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ കാറുണ്ടല്ലോ, ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. അറിയുന്നുള്ളവർ എന്തായാലും കമൻറ്റ് ചെയ്യണേ. ഓരോരുത്തരും ഇങ്ങനെ ഇറങ്ങി വന്ന് ഇങ്ങനെ ഇങ്ങനെ പോകും. ആദ്യത്തെ ട്രിപ്പിൽ രാജാവ് ഏതാ വേണ്ടതെന്നുള്ളത് മുന്നപ്പുറത്തേക്ക് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ പുള്ളിക്ക് ഏതാണെന്നുള്ള 1 2 എടുത്തേക്ക് പുള്ളിക്ക് തോന്നുന്ന പൈസ കൊടുക്കും. അത് പാവപ്പെട്ടവർക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ വയ്ക്കുന്നത്. നല്ല തീറ്റയൊക്കെ കൊടുപ്പിച്ച് കൊണ്ടുവന്ന് ഇതിന്ന് റൗണ്ട് അടിക്കുന്നത്. ഫസ്റ്റ് റൗണ്ട് അടിച്ച് കഴിയുമ്പോൾ പുള്ളി 1 2 3 പേര് പറഞ്ഞാൽ പുള്ളി അതുകൊണ്ട് പുള്ളിയുടെ ആൾക്കാർ കൊണ്ടുപോകും. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഓരോ കണ്ട കിട്ടിയിരിക്കും. എന്നിട്ട് അവിടുന്ന് തിരിച്ച് ഇറങ്ങി ഇങ്ങനെ ഓരോ റൗണ്ട് അടിക്കും. അപ്പം വേറെ ആളെ മേടിക്കാൻ പറ്റുന്നെങ്കിൽ അവരിവിടെ ഇരിക്കും. എന്നിട്ട് നമ്മൾ പ്രൈസ് പറയും. പ്രൈസ് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടാൽ അവർ നമുക്ക് കയ്യോടെ ടയറെ കൊണ്ടുപോയി തരും. നമ്മുടെ നമുക്ക് പൈസ കൊടുത്തുകൊണ്ട് നമുക്ക് കൊണ്ടുപോകാം. ഫസ്റ്റ് റൗണ്ട് പുള്ളി ഇഷ്ടം. അത് ഏറ്റവും നല്ലതും കൊടുത്തതും നല്ലതെന്ന് തോന്നുന്ന ആൾക്കാർ എന്തുകൊണ്ടായാലും നമുക്ക് ഓർഡർ ചെയ്യും. അപ്പോൾ മാത്രമാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ഇന്ത്യ അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പോൾ ആ സിസ്റ്റം തന്നെയുണ്ട്. വരില്ല ആ ടൈപ്പിൽ വരുന്നുണ്ട്. നല്ല കച്ചവടമുണ്ട് ഇവിടെ. ഈ ചേട്ടൻ നമുക്ക് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് സൂക്കിലെ ഗോഡ് മാർക്കറ്റിനെ പറ്റിയിട്ടാണ്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സ്ഥലമില്ലേ, അവിടെ എല്ലാ വെള്ളിയാഴ്ചയും ഇതേപോലെ ആട് വിൽക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ വരും. ലേലത്തിലാണ് ആടിനെ വിൽക്കുന്നത്. ഇപ്പോഴുണ്ട്. ഇതിനകത്തെല്ലാം ആൾക്കാർ വരും. പിന്നെ അതെൻ്റെ ഫിഷ് മാർക്കറ്റ് അതാണ്. ആ ബിൽഡിംഗ് ഉണ്ടല്ലോ, ഞങ്ങൾക്ക് ഇപ്പോഴും പണം ഇവിടുന്ന് കണ്ടില്ല. ബസ്സിൽ വന്ന് വെച്ച് കാണാൻ വേണ്ടി വരുന്ന യൂറോപ്യൻസാണ് ഗ്രൂപ്പ്. ഡേറ്റ്സിൻ്റെ ട്രഡീഷണലായിട്ട് ഇവിടെ കളക്ട് ചെയ്യുന്ന സാധനങ്ങൾ സെല് ചെയ്യുന്ന മിഠായി ഉണ്ട്. കോഫി മെഷീൻ അല്ലേ? കോഫി സ്ട്രോബെറിയുടെ കിട്ടി. പനിക്കുള്ളതാ? ഡേറ്റ്സ് അല്ലേ?
ഈ ഒരു ഷോപ്പിൻ്റെ അകത്ത് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഒമാനി ഹൽവ, ഒമാനിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡേറ്റ്സ്, അതും ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. നല്ല വൈറ്റ് എള്ളൊക്കെ ഇട്ടിട്ടുള്ള നല്ല ഡേറ്റ്സ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അധികം മധുരമോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. ഇത് കൊള്ളാം കേട്ടോ. അങ്ങനെ നമ്മളിതാ ഈ ഒരു ഡേറ്റ്സ് വാങ്ങിയിട്ടുണ്ട്. ഇതിന് 1.5 റിയാലാണ്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ, അധികം മധുരമോ ഒന്നുമില്ലായിരുന്നു. പിന്നെ പറയാതിരിക്കാൻ പറ്റാത്ത, ഇവിടെ എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. കൂടുതലും ഇവിടെ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞതുപോലെ ഫോറിനേഴ്സാണ് വരുന്നത്, യൂറോപ്യൻസ്, സ്പെയിനിലുള്ളവർ അങ്ങനെ. പിന്നെ ആരവത് ഇവിടെ ഒരു ഒട്ടകത്തിനെ കിട്ടിയ സന്തോഷത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇതാ നെക്സ്റ്റ് പോകുന്നത് ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒമാനി ഹൽവ കിട്ടുന്ന ഔട്ട്ലെറ്റിലാണ്. ഇതും ഒരു സൂക്ക് തന്നെയാണ്. ഇവിടെ നല്ല കിഡിലും ഹൽവ കിട്ടും. നമ്മൾ സാധാരണ ലുലുന്നോ നെസ്റ്റോന്നോ വാങ്ങുന്ന പോലത്തെ ഹൽവയല്ല, ട്രഡീഷണൽ ആയിട്ട് ഇവരുണ്ടാക്കുന്ന ഹൽവയാണ്. ഈ ഒരു കടയിലാണ് ഈ ഒരു ഹൽവ ഉണ്ടാക്കുന്നത്. വിറവ് വെച്ച് തന്നെയാണ് ഇപ്പോഴും ഇവിടെ ഹൽവ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത്രയും നല്ല ടോപ്പ് ബ്രാൻഡിൽ ഇവർ നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് ഇവരിവിടെ ഹൽവ സെല് ചെയ്യുന്നത്. അതുമാത്രമല്ല ഒരുപാട് ആൾക്കാർ വന്ന് വാങ്ങുന്നുണ്ട്. ഫോറിനേഴ്സ് ആയാലും യൂറോപ്യൻസ് ആയാലും ഒരുപാട് ആൾക്കാർ വന്ന് വാങ്ങുന്നുണ്ട്. പിന്നെ ഈ മെയിൻ ആയിട്ടുള്ളൊരു സംഭവമാണ് ഇവിടുത്തെ കുന്തിരിക്കം. നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനെ പുകയ്ക്കില്ലേ മണം വരുന്നത്, അതും ഇവിടെ ഒരുപാട് ഫ്ലേവേഴ്സിലും ഒരുപാട് സ്മെല്ലായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ആദ്യമേ ഇങ്ങനെ തന്നെയാണോ, ബിൽഡിങ്ങിന്റെ അകത്ത് തന്നെയാണോ? മരിച്ചുപോയ ആളുണ്ടല്ലോ, ഓ, പുള്ളിയുടെ അപ്പം തുടങ്ങി വെച്ചു. മരിച്ചു പോയ ആളാണ് ഈ ബിൽഡിംഗ് ഇതുപോലെ പണിതത്. ഇതിനേക്കാളും ട്രഡീഷണലായിട്ട് നമ്മുടെ ഈന്തപ്പനയുടെ ഇതൊക്കെ വെച്ചാണ് അന്നുണ്ടായിരുന്നത്. ഓ, പക്ഷെ ഇപ്പോൾ ഈ കഴിഞ്ഞ രാജാവ് ആണ് ഇത് ശരിയാക്കിയത്. ഈ ഡ്രോയിൽ സുഗന്ധവ്യഞ്ജനങ്ങൾ, ആ ഡ്രോയിലാണ് വെജിറ്റബിൾസ്. ഇത് വന്നതുകൊണ്ട് ആരും തന്നെ നെല്ല് ഇതൊക്കെ കുറച്ച് വെജിറ്റബിൾസും ഉണ്ടല്ലേ. എന്താ എന്തോ ഫ്രൂട്ട്? നമ്മൾ ഇതിൻ്റെ ഇല, ഇതിൻ്റെ ഇത് തൊളിച്ച് എടുത്താണ് നമ്മൾ ഈ ചെറിയ മീൻ ചുടുന്നില്ലേ, പുളിയുടെ ചുടുകയെന്ന് പറഞ്ഞില്ലേ, ആ സാധനം. മാങ്ങയാ? ആരെങ്കിലും വാങ്ങിക്കോ ഒന്ന്, ഒരു വ്ളോഗ് ചെയ്യണം. അപ്പം നമ്മൾ ആഗ്രഹിച്ച സൂക്ക്. അങ്ങനെ ഫുഡ് ഐറ്റംസും സ്വീറ്റും വെജിറ്റബിൾസും എല്ലാം കണ്ടതിന് ശേഷം ഇവിടുത്തെ പക്ക ഒത്തൻറ്റിക് ട്രഡീഷണൽ ആർക്കിടെക്ചറിലോട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുവാണ്. നല്ല പോട്ടൊക്കെ ഉണ്ട് കേട്ടോ, പോട്ട്, കപ്പ്, ഈ കുരുവിക്കൂട്, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഇവർ നല്ലതായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. നിസ്വ സൂക്ക് എന്ന് പറയുന്നത് ഒമാനിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള സൂക്കാണ്. സൂക്ക് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റ് പ്ലേസും കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും മീറ്റും ഫിഷും എല്ലാം ഇവിടെ കിട്ടും. ഇവിടെ ഫിഷ് മാർക്കറ്റും ഉണ്ട്. പക്ഷെ നമ്മൾ രാവിലെ വന്ന ടൈമിൽ ഫിഷ് മാർക്കറ്റ് ഓപ്പൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റിയില്ല. പിന്നെ ഇതാ ഈ ഒരു സൂക്ക് മാർക്കറ്റിൻ്റെ ഈ ഒരു സൈഡിലോട്ട് വന്ന ഭയങ്കര ഏലക്കയുടെ ഒരു മണമാണ്. കറാക്റ്റി ഉണ്ടാക്കുന്ന മണമാണെന്ന് തോന്നുന്നു. ഭയങ്കര മണമാണ്, നമുക്കിങ്ങനെ കൊതി തോന്നും അത് വാങ്ങിച്ച് കുടിക്കാനായിട്ട്. നല്ല പായസത്തിൻ്റെ ഏലക്കയുടെ ആ ഒരു ടൈപ്പ് മണമാണ്. ഒമാനിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് സിറ്റിയും കൂടെയാണ് നിസ്വ എന്ന് പറയുന്നത്. ആദ്യകാലത്ത് രാജാക്കന്മാർ ഭരിച്ചുകൊണ്ടിരുന്നത് നിസ്വയിലായിരുന്നു. പിന്നെയാണ് അവർ മസ്കറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തത്. അങ്ങനെ നമ്മളിത് നിസ്വ സൂക്കൊക്കെ കണ്ട് പുറത്തിറങ്ങാൻ വേണ്ടി പോവാണ്. ഫോർട്ടിൽ കയറാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു. ഒരാൾക്ക് 5 റിയാലാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ പയ്യെ അവിടെ നിന്ന് പുറത്തിറങ്ങി. കാരണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ഒരാൾക്ക് വെച്ച് 5 റിയാൽ അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അവിടെ വിസിറ്റ് ചെയ്തില്ല. നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് വാദി തനൂഫ് എന്ന് പറയുന്ന ഒരു പ്ലേസിലോട്ടാണ്. അവിടെ തനൂഫ് ഡാമും ഉണ്ട്, തനൂഫ് വാദിയും ഉണ്ട്. വാദി എന്ന് പറയുന്നത് വെള്ളച്ചാട്ടമാണ്.
ഇപ്പോൾ ഞാൻ ഇതാ നിൽക്കുന്ന സ്ഥലമാണ് തനൂഫ് വാദി. ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള പ്ലേസ് ആണ്. ഇതെന്ന് പറയുന്നത് ഡാമിൽ കൂടി വരുന്ന വെള്ളം പോകുന്ന സ്ഥലമാണ്. ആ കാറൊക്കെ നിർത്തിയിട്ടേക്കുന്നില്ലേ, പക്ഷേ ഇപ്പോൾ അവിടെ വെള്ളമില്ല. അതാണ് വ്യത്യാസം. വെള്ളം വരുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും. ഈ നിസ്വ എന്ന് പറഞ്ഞ പ്ലേസിൽ അത്യാവശ്യം നല്ല മഴ കിട്ടുന്ന സ്ഥലമാണ്. പക്ഷേ നമ്മൾ പോയ സമയത്ത് ഭയങ്കര ഡ്രൈ ആയിട്ടാണ് കിടന്നിരുന്നത്. വെള്ളം ഒന്നുകൂടെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷേ ക്ലൈമറ്റ് നല്ലതായിരുന്നു, നല്ല തണുപ്പുമായിരുന്നു, വെയിലിനും അധികം ചൂടില്ല, അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു. ഇനി നമ്മൾ പോകുന്നത് വാദി കണ്ടു, അതിനുശേഷം പോകുന്നത് ഡാമിലോട്ടാണ്. അത്യാവശ്യം മലയൊക്കെ കയറി വേണം പോവാൻ. ഓഫ് റോഡാണ്. ഈ കാറിൽ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ നമ്മൾ പയ്യെ പയ്യെ വണ്ടി വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കി നോക്കിയാണ് പോയത്. ഈ നിസ്വയിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു പ്ലേസാണ് ഈ തനൂഫ് എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ ഒരുപാട് റെയർ ആയിട്ടുള്ള ട്രീസ്, പ്ലാന്റ്സ്, ആനിമൽസ് എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ ആനിമൽസിനെ അങ്ങനെയായിട്ട് കണ്ടില്ല. ഒരുപാട് ട്രീസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ പാറക്കെട്ടുകളുടെ നടുക്കുകൂടെ വേണം നമ്മൾ പോകാനായിട്ട്. ഈ കാണുന്നതാണ് ഡാം. ഇത് ഗൂഗിളിലൊക്കെ നമ്മൾ നോക്കിയപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആയിരുന്നു. കാരണം അതിലൊക്കെ നല്ല വെള്ളമുള്ള സമയത്തായിരുന്നു തോന്നുന്നു അവർ റിവ്യൂസൊക്കെ ഇട്ടിരിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇവിടെ ഫുള്ളും വെള്ളമായിരിക്കും. പക്ഷെ നമ്മൾ പോയ സമയത്ത് വെള്ളമൊന്നും ഇല്ലായിരുന്നു. കുറച്ച് വെള്ളം മാത്രമാണ് നമ്മൾ കണ്ടത്. പിന്നെ താഴോട്ട് പോയപ്പം ഏകദേശം നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ മണാലി പോലെയൊക്കെ ഫീൽ ചെയ്തു. കാരണം ഫുള്ളും പാറക്കെട്ടും അങ്ങനത്തെ ഡ്രൈ ലാൻഡ് അങ്ങനെയൊക്കെ ആയിട്ടാണ് തോന്നിയത്. പിന്നെ കുറേ പോയപ്പോഴത്തേക്കും നമ്മുടെ കാറിൽ പെട്രോൾ തീരാറായത്. നമ്മൾ പയ്യെ അവിടെ നിന്ന് തിരിച്ചു. നമ്മൾ കുറേ ഉള്ളിലോട്ട് പോയപ്പോൾ നമുക്ക് അത്ര സേഫ് അല്ലാത്ത പോലെ തോന്നി. കാരണം ഇടയ്ക്കിടയ്ക്കൊക്കെ പാറക്കെട്ടുകളൊക്കെ ഇടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ മാത്രമല്ല അവിടെ റേഞ്ച് ഇല്ല, കാര്യങ്ങളോ ഒന്നുമില്ല, പെട്രോളും തീരാറായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ചു. ഇതാ കാണില്ലേ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോഡാണ്. മാത്രമല്ല ഈ റോഡിൽ കൂടെ പോകുന്നത് ആകെ 1-2 കാറുകൾ മാത്രമാണ്. നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് ഹൽഹുത്ത കേവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ്. നമ്മൾ ഈ കയറുന്നത് ആ കേവിലോട്ട് പോകാനുള്ള മലയാണ്. അതായത് പാറക്കെട്ടുകളിലൂടെ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ അവിടെ കണ്ട ബിൽഡിംഗ് ഒക്കെ വീടുകളാണ്. ഈ സൈഡിൽ നിന്നൊക്കെ പറഞ്ഞ ഒരു കുഞ്ഞു കട പോലും ഇല്ല. ഇവർക്കൊരു അസുഖം വന്നാലും ഹോസ്പിറ്റൽ കേസിനൊക്കെ ഇവർക്ക് ഭയങ്കര ലോങ് ആയിട്ട് തന്നെ നിസ്വയിലേക്ക് പോകേണ്ടി വരും. അത് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് കുറച്ച് റിസ്ക് ആയിട്ട് തോന്നി. അങ്ങനെ നമ്മളിതാ കേവിലോട്ട് എത്തിയിട്ടുണ്ട്. അവിടെ കുറേ സ്കൂൾ പിള്ളേർ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സ്കൂൾ ട്രിപ്പിന് എങ്ങാണ്ട് വന്നതാണ്. അപ്പം ചെറുതായിട്ട് നമുക്ക് നെസ്റ്റു ഒക്കെ അടിച്ചു. അങ്ങനെ ഹൽഹുത്ത കേവിലോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞു. അകത്തോട്ട് കയറുവാണ്. ടിക്കറ്റ് എടുക്കണം എന്ന് നമുക്കറിയാമായിരുന്നു. പക്ഷേ ടിക്കറ്റിന് ഇത്ര റേറ്റ് ആവുമെന്ന് നമ്മൾ കരുതിയില്ല. ഒരാൾക്ക് 8 റിയാലാണ്. അത്രയും ബഡ്ജറ്റ് നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അത് പയ്യെ വേണ്ടാന്ന് വെച്ചു. ഈ കാണുന്നത് നമ്മൾ വന്ന് ആ മലകളുടെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെയാണ്. അവർ ആ കേവിൻ്റെ സ്ട്രക്ചർ, കാര്യങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ആ കേവിൻ്റെ അകത്ത് കയറി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയെന്ന് പിന്നെ നമ്മൾ ഓർത്തു. പക്ഷെ നമ്മുടെ കയ്യിൽ സമയമില്ലായിരുന്നു. കാരണം നമ്മളൊരു 2 മണിയൊക്കെ ആയി ഇവിടെ എത്തിയപ്പോൾ. അപ്പോൾ നമുക്ക് വൈകിട്ട് തിരിച്ചു പോകണം. ഈ കേവ് കണ്ടു തീർക്കാൻ വേണ്ടിയിട്ട് ഒരു 4 മണിക്കൂർ എടുക്കും. നമ്മൾ ട്രെയിനുണ്ട് ഈ കേവിൻ്റെ അകത്ത്. ആ ട്രെയിനിൽ തന്നെയാണ് നമ്മളെ കൊണ്ടുപോയി എല്ലാ സ്ഥലങ്ങളും കാണിക്കുന്നത്. അവിടെ വെള്ളച്ചാട്ടം വരെ ഉണ്ട് ആ കേവിൻ്റെ അകത്ത്. നമ്മളിങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നത് നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് നമ്മൾ എവിടെ പോകും എന്നുള്ളതാണ്. കാരണം ഇത്രയും ദൂരം നമ്മൾ ഈ കേവ് കയറാൻ വേണ്ടിയിട്ട് മാത്രമാണ് വന്നത്. അങ്ങനെ നമ്മൾ അവിടെ തിരിച്ച് പോകാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് ഈ ഒരു സംഭവം നമുക്ക് കണ്ണിൽപ്പെട്ടത്. എക്സിബിഷൻ, അതായത് കടലിൽ നിന്ന് കിട്ടിയ സ്റ്റോൺസ്, അങ്ങനെയാണ് ഈ ഒരു കേവ് ഉണ്ടായത്, ഈ ഒരു സ്ഥലം ഉണ്ടായത്. അങ്ങനത്തെ ഒരുപാട് ഹിസ്റ്റോറിക്കലായിട്ടും ഉള്ള ജിയോഗ്രഫിക്കലായിട്ടുള്ള കുറേ സംഭവങ്ങൾ അടങ്ങിയിട്ടുള്ള എക്സിബിഷൻ അവിടെ അത് ഫ്രീ ആയിരുന്നു. പിന്നെ ഇവിടുത്തെ ഒമാനികൾക്ക് കേവിൽ കയറാനായിട്ട് വെറും 2 റിയാൽ മാത്രം മതി. പക്ഷെ സാധാരണക്കാർ, ഇപ്പോൾ ഫോറിനേഴ്സിനൊക്കെ വരുന്നവർക്ക് കയറാനായിട്ട് 8 റിയാലാണ് ഇവർ അഫോർഡ് ചെയ്യുന്നത്. ഈ ഒരു സ്ക്രീനിൽ കാണുന്നത് എങ്ങനെയാണ് ഈ ഒരു കേവ് ഉണ്ടായത്, അല്ലെങ്കിൽ ഈ ഒരു സ്ഥലം ഉണ്ടായത്. സത്യം പറഞ്ഞാൽ ഈ ഒരു എക്സിബിഷൻ വളരെ നല്ലതായിട്ട് തോന്നി എനിക്ക്. കാരണം ഒരുപാട് കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറ്റി. ഇവിടുത്തെ ഭയങ്കര ഹിസ്റ്റോറിക്കലായിട്ടുള്ള സ്റ്റോൺസ്, പിന്നെ ഈ കേവിൻ്റെ അകത്തുള്ള കുറേ ചിലന്തികളുണ്ട്, വെറൈറ്റി ഓഫ് ചിലന്തികൾ, പിന്നെ വവ്വാൽ, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇവിടെ തന്നെ അവർ കളക്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, ഞാൻ പറഞ്ഞ പോലത്തെ കടലിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയ സ്റ്റോൺസ് ഉണ്ട്, മലകളുടെ അടിയിൽ നിന്ന് കിട്ടിയ സ്റ്റോൺസ് ഉണ്ട്, അങ്ങനെ വലിയ പാറക്കല്ലുകൾ വരെ ഇവിടെ എടുത്ത് വച്ചിട്ടുണ്ട്.
അങ്ങനെ നമ്മൾ കേവിൽ നിന്നൊക്കെ ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഒരു 15 കിലോമീറ്ററിന് ശേഷം കണ്ട ആദ്യത്തെ റെസ്റ്റോറൻറ്റിൽ തന്നെ നമ്മൾ കയറി. ഇവിടെ യമൻ റെസ്റ്റോറൻ്റാണ് ഇത്. അപ്പോൾ തന്നെ നല്ല മന്തി കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ നല്ല മന്തിയൊക്കെ ഓർഡർ ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ മന്തി കഴിച്ചതിന് ശേഷം ഇവിടെ തന്നെ സുലൈമാനി ഫ്രീ ആയിട്ട് നമുക്ക് എടുത്ത് കുടിക്കാൻ പറ്റും. അങ്ങനെ നമ്മളിതാ ഒരു സുലൈമാനിയൊക്കെ കുടിച്ച് ഇവിടെ നിൽക്കുവാണ്. ഇപ്പം തന്നെ മണി ഒരു 3 മണിയായിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എങ്ങോട്ട് പോകുമെന്ന് പ്ലാനിങ്ങിലാണ്. നമ്മളിതാ നെക്സ്റ്റ് പോയത് ഫലജ് എന്ന് പറയുന്ന ഗാർഡനിലോട്ടാണ്. ഒരുപാട് നേരത്തെ ആലോചനയ്ക്ക് ശേഷം നമ്മൾ കണ്ടുപിടിച്ച ഒരു സ്ഥലമാണ്. ഗൂഗിൾ റിവ്യൂസും ഫോട്ടോസൊക്കെ നോക്കിയപ്പം നല്ലൊരു സ്ഥലം തന്നെയാണ്. ഇവിടെ നമ്മൾ ഗൂഗിൾ ഫോട്ടോസിൽ നല്ല വെള്ളമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ഒഴുകുന്ന വെള്ളം. നമ്മൾ വെള്ളം കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്, പക്ഷെ വെള്ളം കാണാത്തതിൻ്റെ സങ്കടത്തിലാണ് ഈ ഒരു ഗാർഡനിലോട്ട് എത്തിയത്. സത്യം ഈ ഗാർഡനിൽ എത്തിയത് നമ്മളെക്കാട്ടിലും സന്തോഷം ആരൂനാണ്. കാരണം പാർക്കൊക്കെ ഉണ്ടായിരുന്നു. ക്യാമറ കുറച്ച് ഞാൻ തുടയ്ക്കാൻ മറന്നുപോയി ഗൈസ്, അതാണ് ചെറിയൊരു ക്ലാരിറ്റി കുറവ്. ഞാൻ ഇവിടെ സൺസ്ക്രീൻ വൈപ്പ് വെച്ച് മുഖം ഫുള്ള് വൈപ്പ് ചെയ്ത് കൊടുക്കുവാണ്. കാരണം രാവിലത്തെ കോലമല്ല എൻ്റെ ഇപ്പോഴത്തെ കോലം, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അങ്ങനെ നമ്മൾ ഗാർഡനിലോട്ട് എൻ്റർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, ഞാൻ ക്യാമറയൊക്കെ തുടച്ചപ്പോൾ നമുക്ക് ക്ലിയർ തിരിച്ച് കിട്ടി. അങ്ങനെ നമ്മൾ ഗാർഡനിലോട്ട് കയറി. ആരുടെയും കട്ടിലും എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്കും എൻ്റെ കെട്ടിയാണ്. അതുകൊണ്ട് വെറുതെ പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് നമ്മളും ഏതോ ഒരു സാധനത്തിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും പൊങ്ങിയും ആടിയൊക്കെ കളിക്കുന്നുണ്ട്. ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ആരും തൊട്ടടുത്തുള്ള സ്ലൈഡിൽ കയറാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. സമയം നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാർക്കിലൊക്കെ പോയി ഇതേപോലെ എൻജോയ് ചെയ്യണം. നമ്മൾ വന്ന സ്ഥിതിക്ക് ഏതെങ്കിലും ചെയ്യാതെ പോകുന്നത് മോശമല്ലേ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ പോയപ്പോഴാണ് ഒരുപാട് ആൾക്കാർ നമ്മുടെ ഓപ്പോസിറ്റ് നടന്നു വരുന്നു. കാരണം ഗൂഗിൾ ഫോട്ടോസിൽ നമ്മൾ നോക്കിയപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ കണ്ടല്ലോ. അങ്ങനെ വിഷമിച്ച് തിരിച്ചു പോകാൻ പോയതാണ്. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ നടന്നു. നമ്മൾ അകത്തോട്ട് പോയപ്പോൾ ഗൈസ് വെള്ളം ഇത് കണ്ട് നമുക്ക് സന്തോഷപുളകിതരായി നമ്മൾ. കാരണം ഈ വെള്ളച്ചാട്ടവും ഡാമും എല്ലാം കാണാനാണ് നമ്മൾ വന്നത്. പക്ഷെ എന്നിട്ട് ഒരു തുള്ളി വെള്ളം പോലും നമ്മളിവിടെ കണ്ടില്ല. അങ്ങനെ പോയപ്പോൾ ഒരുപാട് ഫാമിലീസ്, അതും മലയാളി ഫാമിലീസ്, ഒരുപാട് പിള്ളേർ അവിടെ കിടന്ന വെള്ളത്തിൽ കിടന്ന് കളിക്കുവാണ്. അത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ, നല്ല വൃത്തിയുള്ള വെള്ളമായിരുന്നു. ഒരുപാട് മീനുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരുപാട് സമയം അവിടെ നിന്നില്ല. കാരണം നമുക്ക് ബസ് എത്ര മണിക്കാണ് തിരിച്ച് പോവേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് പിന്നെയും നേരെ സൂക്കിലോട്ടാണ് വന്നത്. കാരണം സൂക്ക് നൈറ്റ് കാണാൻ വേണ്ടി പ്രത്യേക ഒരു ഭംഗിയാണ്. മത്ര സൂക്കിനെയും കാട്ടി വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി. ഈ സൂക്ക് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ നമ്മൾ അവിടെ ഒരു കഫേയിൽ കയറി. ആ കഫേയിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര എസ്തറ്റിക് ആയിട്ടുള്ള ഒരു കഫേ ആയിരുന്നു. ഭയങ്കര ഫ്ലവേഴ്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് നല്ല എസ്തറ്റിക് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു കഫേ അവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പിന്നെ ഒരു ഫ്രഞ്ച് ക്യാപ്പച്ചിനോവും വാങ്ങിച്ച് കഴിച്ചു. നല്ല ക്രീമി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ സൂക്ക് കണ്ട് വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ കാർ എവിടെ കൊണ്ട് പാർക്ക് ചെയ്തത് നമുക്ക് തന്നെ വളരെ ഐഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നടക്കുവാണ്. ഇത് ഒരുപാട് ജ്വല്ലറീസും ഇവിടെ ഉണ്ട് കേട്ടോ. റൂവിയിലെ പോലെ തന്നെ ഒരുപാട് ജ്വല്ലറീസ് ഇവിടെ ഉണ്ട്. ഒമാനി കൾച്ചറിലുള്ള ഗോൾഡ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇങ്ങനെ നടക്കുവാണെന്ന് ഞാൻ പറഞ്ഞില്ല, നല്ല ക്ലൈമറ്റാണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, ഒരുപാട് ചൂടില്ല, നല്ല ക്ലൈമറ്റായിരുന്നു. അങ്ങനെ നമ്മുടെ നിസ്വ ട്രിപ്പ് ഇവിടെ അവസാനിക്കാറായി ഗൈസ്. നമ്മളിത് തിരിച്ച് ബസ് സ്റ്റോപ്പിൽ വന്നിട്ടുണ്ട്. 7 മണിക്കാണ് ബസ്. നമ്മൾ തിരിച്ച് വന്ന ബസ് 10 മണിയാകുമ്പോഴേ ഉള്ളൂ. ഒരു സലാലയിൽ നിന്ന് വരുന്ന ബസ്സിലാണ് നമ്മൾ കയറുന്നത്. ഇത് റൂവി വരെ പോകത്തില്ല, എയർപോർട്ടിൻ്റെ അവിടെയാണ് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നത് ഈ ബസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നിസ്വ നമുക്ക് തന്നത്. ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റി, ഒരുപാട് പുതിയ സ്ഥലങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാനിവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.